സംസ്ഥാന പോലീസ് മേധാവി തെരഞ്ഞെടുക്കുന്നതിനായി UPSC യോഗം ചേരും. ഈ മാസം 26-നാണ് യോഗം ചേരുക. യോഗത്തിൽ 3-അംഗ ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവർ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചേക്കും. VS അനു നൽകും കൂടുതൽ വിവരങ്ങൾ. അനു, ഈ 3 പേരിലേക്ക് തന്നെ UPSC എത്തിച്ചേരുമെന്ന കാര്യം ഉറപ്പാണ്? വേണം അനുമാനിക്കാൻ. കാരണം DGP-മാരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശമാണ് UPSC കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നത്. ഇതിൽ നിന്നും DGP-മാർക്ക് പരിഗണന നൽകാനാണ് UPSC-യുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ADGP-മാരായ MR അജിത്കുമാർ, അതുകൂടാതെ തന്നെ സുരേഷ് രാജ് പുരോഹിത് എന്നിവരെ കൂടി പട്ടിക ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ അവർ നൽകിയ പട്ടികയിൽ നിന്ന് അവരുടെ പേര് ഒഴിവാക്കാൻ കഴിയില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു. സാധാരണ DGP വിരമിക്കുന്ന ഈ മാസാവസാനത്തിന് തൊട്ടു മുമ്പുള്ള ക്യാബിനറ്റിലാണ് ഈ തരത്തിൽ UPSC ചുരുക്കപ്പട്ടികയിൽ നിന്ന് പുതിയ സംസ്ഥാന പോലീസ് മേധാവി തീരുമാനിക്കുക. പക്ഷെ ഇവിടെ ഏറ്റവും അവസാനത്ത് 30-ാം തീയതിയാണ് ശങ്കർവേ സാഹിബ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. 25-ാം തീയതിയാണ് അവസാനത്തെ അതിന് മുന്നോടിയായിട്ടുള്ള ക്യാബിനറ്റ്. പക്ഷെ 26-ാം തീയതിയാണ് UPSC യോഗം ചേരുന്നത്. അപ്പൊ UPSC യോഗം ചേർന്ന് 3 പേരുടെ ചുരുക്കപ്പട്ടിക സംസ്ഥാനത്തിന് അയക്കും. അപ്പോൾ ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരമായിരിക്കും പുതിയ സംസ്ഥാന പോലീസ് മേധാവി തെരഞ്ഞെടുപ്പിലേക്ക് എത്തുക. നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത് റവാഡ ചന്ദ്രശേഖർ, നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത എന്നീ DGP-മാരുടെ ചുരുക്കപ്പട്ടികയാകും UPSC തയ്യാറാക്കുക എന്നാണ് ഇതിൽ. ഓക്കെ, അപ്പോൾ 3 പേരുടെ ചുരുക്കപ്പട്ടിക UPSC തയ്യാറാക്കുക. നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരുടേതാകും. ഇതിൽ ആരെങ്കിലും പിന്മാറുന്ന മുറയ്ക്കായിരിക്കും ഒരുപക്ഷെ ADGP-മാരുടെ പേരുകൾ വരാൻ സാധ്യതയുള്ളത്. നിലവിൽ അതിനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് VS അനു റിപ്പോർട്ട് ചെയ്യുന്നത്. കാത്തിരുന്ന് കാണാം.